ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ മേക്കപ്പ് യൂസ് ചെയ്യുന്നവർക്കും മേക്കപ്പ് യൂസ് ചെയ്യാൻ പോകുന്നവർക്കും വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ്. അതായത് മേക്കപ്പിലെ ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് പ്രൈമർ യൂസ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ എന്താണ് പ്രൈമർ എന്നും അതുപോലെ എൻ്റെ ഒരു സ്കിൻ ടൈപ്പ്, അതായത് ഓയിലി സ്കിൻ ടൈപ്പിന് ഏത് പ്രൈമർ ആണ് സ്യൂട്ടബിൾ ആവുക എന്നുള്ളതുമാണ് കാണിക്കുന്നത്. കാരണം എനിക്ക് വർക്കായിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് എനിക്ക് റിവ്യൂ ചെയ്ത് കാണിക്കാൻ പറ്റുള്ളൂ. അപ്പൊ എൻ്റെ ഓയിലി സ്കിൻ ആയതുകൊണ്ട് ഓയിലി സ്കിന്നിന് സ്യൂട്ടബിൾ ആവുന്ന പ്രൈമറിനെ കുറിച്ചുള്ള ഡീറ്റെയിലും ഈ വീഡിയോയിൽ കാണുന്നുണ്ടാവും. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വീഡിയോ ഫുൾ ആയിട്ട് ഇരുന്ന് കാണാം. അപ്പൊ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. ഈ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഇതുപോലൊരു ജെൽ ടൈപ്പ് സാധനം സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കാണാറുണ്ട്. അപ്പൊ ഞാൻ എന്തെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാനിങ്ങനെ ചെറിയ ചെറിയ ഷൂട്ടുകളൊക്കെ ചെയ്തു തുടങ്ങിയ സമയത്ത് ഇവർ എൻ്റെ സ്കിന്നിലും ഇത് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത്രയും കംഫർട്ടബിൾ ആവുന്ന ചില മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ ഉണ്ടല്ലോ. അപ്പോൾ അവരുടെ ഞാനിത് എന്താണ് കൂടുതൽ ചോദിച്ച് മനസ്സിലാക്കി, പിന്നെ ഞാൻ ഗൂഗിൾ ചെയ്തിട്ട് അങ്ങനെയൊക്കെ മനസ്സിലാക്കി പ്രൈമറിന്റെ എല്ലാ ഡീറ്റെയിൽസും, ഒരുവിധം എല്ലാ ഡീറ്റെയിൽസും ഇപ്പൊ എനിക്കറിയാം. അപ്പൊ പ്രൈമർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു മേക്കപ്പ് ലോങ് ലാസ്റ്റ് ആയിട്ട് നിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബേസിക്കലി പ്രൈമർ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ സ്കിന്നും മേക്കപ്പും തമ്മിൽ ഒരു ബാരിയർ ആയിട്ട് അതിന്റെ ഇടയിൽ നല്ല സൂട്ട് ചെയ്തിട്ട് നമ്മുടെ സ്കിന്നിനെ വെക്കാനും ഈവൻ ടോൺ ആക്കുന്നതിനും ഓയിലി സ്കിൻ ആണെങ്കിൽ ഒരു മാറ്റ് ഫിനിഷ് തരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പൊതുവെ പ്രൈമേഴ്സ് യൂസ് ചെയ്യുന്നത്. പ്രൈമേഴ്സ് നമ്മളെപ്പോഴും സെലക്ട് ചെയ്യേണ്ടത് നമ്മുടെ സ്കിൻ ടൈപ്പ് അനലൈസ് ചെയ്തിട്ടാണ്. ഓയിലി സ്കിൻ ടൈപ്പ് ആണെങ്കിൽ ഒരു കാറ്റഗറി ഓഫ് പ്രൈമറും ഡ്രൈ സ്കിൻ ആണെങ്കിൽ വേറൊരു കാറ്റഗറി പ്രൈമറും ആണ് യൂസ് ചെയ്യേണ്ടത്. കാരണം ഇപ്പൊ എന്നെ പോലുള്ള ഓയിലി സ്കിൻ ആണെങ്കിൽ ഓപ്പൺ പോർസ് കൂടുതലായിരിക്കും, സ്വെറ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്, ഓയിൽ ഒത്തിരി പ്രൊഡ്യൂസ് ചെയ്യും, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ മാറ്റ് ഫിനിഷ് തരുന്ന പ്രൈമേഴ്സ് വേണം യൂസ് ചെയ്യാൻ. എന്നാൽ മാത്രമാണ് നല്ല രീതിയിലുള്ള ഒരു കവറേജ്, ഈവൻ ടോൺ ആയിട്ട് നിൽക്കുക, ലാസ്റ്റ് ആയിട്ടൊക്കെ മേക്കപ്പ് നിൽക്കുള്ളൂ. അപ്പൊ ഡ്രൈ സ്കിൻ ആണെങ്കിലും അവർക്ക് ഇങ്ങനെ പാച്ചിനെസ്, മേക്കപ്പ് ഇടുമ്പോൾ പാച്ചിനെസ് ഉണ്ടാവും. അപ്പൊ അതൊക്കെ മാറണമെങ്കിൽ ആ ഒരു കൈൻഡ് ഓഫ് പ്രൈമേഴ്സ് യൂസ് ചെയ്യാം. എന്നെ പോലെ ഓയിലി സ്കിന്നുള്ള ആളുകൾക്ക് മേക്കപ്പിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പ്രൈമറാണ് ഈ പാക്ക് എന്ന ബ്രാൻഡിന്റെ കോർണിയൽ സെപ്പറേഷൻ പ്രൈമർ ആണിത്. ഇത് ഓയിലി സ്കിന്നിന് ഭയങ്കര സ്യൂട്ടബിൾ ആണ്. നല്ലൊരു മാറ്റ് ഫിനിഷ് തരുന്നതിനും ഈവൻ ടോൺ തരുന്നതിനും മേക്കപ്പ് നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു പ്രൊഡക്റ്റ് മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ എൻ്റെ സ്കിന്നിൽ യൂസ് ചെയ്തതിന് ശേഷമാണ് ഞാൻ മനസ്സിലാക്കി തുടങ്ങിയത്. കാരണം ഓയിലി സ്കിന്നിന് ഈ ഒരു പ്രൊഡക്റ്റ് നല്ല രീതിയിൽ വർക്കിംഗ് ആണ്. ഇപ്പൊ ഞാൻ വേർക്കാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്കിന്നിൽ ഭയങ്കരമായിട്ട് വെള്ളമല്ല വരിക, പകരം ഇങ്ങനെ ഒരു ഓയിൽനെസ് ആണ് ഉണ്ടാവുക, ഭയങ്കര ഗ്ലോ ആയിരിക്കും. അപ്പൊ അത് കാരണം തന്നെ ഞാൻ കുറെ നേരം മേക്കപ്പ് ഒക്കെ ഇട്ട് പുറത്ത് നിന്ന് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ടയേർഡായ ഒരു ഫീല്, അതുപോലെ മേക്കപ്പ് ഇങ്ങനെ ഒലിച്ചിങ്ങനെ ഇറങ്ങും, ആ ഒരു അവസ്ഥയാണ്. അപ്പൊ ഈ പ്രൈമേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു പരിധി വരെ അത് കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. മുഴുവനായിട്ട് ഇത് നിർത്തുന്നല്ല, പക്ഷെ ഒരു 50% നല്ല പ്രൈമേഴ്സ് നമ്മുടെ സ്കിൻ ടൈപ്പ് അനലൈസ് ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ ആ ഒരു വേർത്തിട്ട് ഇത് പോകുന്നത് അല്ലെങ്കിൽ ഓയിൽനെസ് കാരണം മേക്കപ്പ് പോകുന്നതൊക്കെ നമുക്ക് തടയാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ പോൾസ്, ഓപ്പൺ ആയിട്ടിരിക്കുന്ന പോൾസ് ക്ലോസ് ആക്കിയിട്ട് നല്ല ഒരു ഫിനിഷ് കിട്ടുന്നതിന് വേണ്ടിയിട്ടും ഈ ഒരു പ്രൈമർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ പാക്കിന്റെ പ്രൈമർ ഏകദേശം 1000 ബിലോ ആണ് റേറ്റ് വരുന്നത്. നമുക്ക് നൈക്കയിൽ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ പാക്ക് കോസ്മെറ്റിക്കിന്റെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റോഴ്സിലൊക്കെ അവൈലബിൾ ആയിരിക്കും. സോ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓയിലി സ്കിന്നുകാർക്ക് ഭയങ്കരമായിട്ട് സ്യൂട്ടബിൾ ആവുന്നതാണ്. ഒത്തിരി മേക്കപ്പ് ആർട്ടിസ്റ്റുകളൊക്കെ പൊതുവെ കയ്യിൽ കരുതുന്ന ഒരു പ്രൊഡക്റ്റ് ആണിത്. പിന്നെ നല്ലതാണ്. ഇപ്പൊ മേക്കപ്പ് ഒക്കെ ചെയ്യണം നിങ്ങൾക്ക്, അങ്ങനെ നിങ്ങളുടെ ഒരു പ്രൊഫഷൻ അല്ലെങ്കിൽ മേക്കപ്പ് ആയിട്ട് കണക്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. ഇപ്പൊ നോർമൽ മേക്കപ്പ് ആണെങ്കിലും നിങ്ങൾക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ അത് നിൽക്കണം, ലാസ്റ്റ് ചെയ്ത് നിൽക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരു പ്രൈമറി യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണല്ലോ. സ്കിന്നിനും മേക്കപ്പിനും ഇടയിൽ എന്തായാലും ഒരു ബാരിയർ ആയിട്ട് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ ചിലവര് ഈ പ്രൈമേഴ്സിന് പകരം അലോവേര ജെല്ല്, സൺസ്ക്രീൻ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എഫക്റ്റീവ്നെസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൈമറിന്റെ എഫക്റ്റീവ്നെസ് ഒന്നും കിട്ടില്ല. അലോവേര ജെല്ലും സൺസ്ക്രീൻ ഒക്കെ ഒരു ഇടനിലക്കാരൻ എന്ന പോലെ സ്കിന്നിന്റെ ഫൗണ്ടേഷന്റെ ഇടയിൽ നിൽക്കുന്നല്ലാതെ പ്രൈമർ ചെയ്യുന്ന ഒരു എഫക്റ്റ്, അതായത് ഒരു നാച്ചുറൽ ഫിനിഷ് അല്ലെങ്കിൽ ഒരു സ്മൂത്ത്നെസ്, ഒരു എന്താ പറയാ, നമ്മുടെ സ്ട്രക്ചർ ഒക്കെ കറക്റ്റ് ആക്കുന്ന ഒരു പരിപാടി നമുക്ക് കിട്ടില്ല. അപ്പൊ അതാണ് പ്രൈമേഴ്സും അലോവേര ജെല്ലും സൺസ്ക്രീൻ ഒക്കെ യൂസ് ചെയ്യുന്നതിന്റെ ഒരു ഡിഫറൻസ്. ഈ ഒരു പ്രൈമർ ജെൽ പ്രൈമർ ആണ്.
ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് വരുന്നത് എന്ന്. പക്ക ഒരു ജെൽ ടൈപ്പ് ആണ്. ഇത് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു 5 to 10 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യണം. എന്നാൽ മാത്രമാണ് നല്ല രീതിയിലുള്ള ഒരു എഫക്റ്റ്, അതായത് പ്രൈമേഴ്സ് യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള ബേസിക് ആയിട്ടുള്ള ബെനിഫിറ്റ്സ് കിട്ടണമെങ്കിൽ നമ്മൾ അത്ര നേരെയെങ്കിലും വെയിറ്റ് ചെയ്യണം. അതിനുശേഷം അതിൻ്റെ മുകളിൽ വേണം മേക്കപ്പ് ചെയ്യാൻ. അല്ലെങ്കിൽ നമ്മൾ ഇത് ഇട്ടതിന് ശേഷം തന്നെ ഫൗണ്ടേഷനൊക്കെ വാരി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രൈമർ ഇട്ടതിൻ്റെ ഗുണങ്ങളൊന്നും കിട്ടില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മേക്കപ്പ്, അതായത് ഭയങ്കര ഹെവി മേക്കപ്പ് ഒന്നുമല്ല, വളരെ നോർമൽ ആയിട്ടൊന്ന് പുറത്ത് പോകുമ്പോൾ സ്കിന്ന് നല്ല ഫിനിഷായി നിൽക്കണം എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളൊരു പ്രൈമർ യൂസ് ചെയ്തിട്ട് നല്ലൊരു കോമ്പാക്ട് പൗഡർ അപ്ലൈ ചെയ്താലും നല്ലൊരു ഫിനിഷ് ആയിട്ട് അല്ലെങ്കിൽ പോഴ്സ് ഒക്കെ ക്ലോസ് ആയിട്ടുള്ള ഒരു ലുക്ക് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ പ്രൈമർ എന്ന് പറയുന്നത് നല്ലൊരു ഐറ്റം ആണ്. നിങ്ങളുടെ മേക്കപ്പ് ലിസ്റ്റിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു പ്രൊഡക്റ്റ് ആണ്. ഇതിപ്പോൾ നമുക്ക് ജെൽ ടൈപ്പ് ആണ് കൂടുതലും എല്ലാവർക്കും അറിയുന്ന പ്രൈമേഴ്സിൽ വരുന്നത്. സ്പ്രേ ടൈപ്പ് പ്രൈമേഴ്സും അവൈലബിൾ ആണ്. അതുപോലെ ഇപ്പോൾ പ്രൈമേഴ്സ് ഞാൻ പറഞ്ഞു ബേസിക്കലി നമ്മുടെ മേക്കപ്പ് ലാസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കൂടുതൽ പേര് യൂസ് ചെയ്യുന്നത്. അതിന് പകരം ഇപ്പം നമുക്കൊരു ഗ്ലോയി ലുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രൈമേഴ്സ് യൂസ് ചെയ്യും. ഇപ്പം ഈ പ്രൈമറൊക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് വേറെ നമ്മുടെ മേക്കപ്പ് ലിസ്റ്റിൽ വേറെ പരിപാടികളൊന്നും ചെയ്തു തരില്ല. നമ്മുടെ ലാസ്റ്റ് ചെയ്യുന്നതിനും സ്കിന്ന് നല്ല സ്മൂത്ത് ആക്കി വെക്കുന്നതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നല്ലാതെ മേക്കപ്പ് ലുക്കിന് അത് എഫക്റ്റ് ചെയ്യില്ല. പക്ഷെ പല പ്രൈമേഴ്സും ഒരു ഗ്ലോയി ഫിനിഷ് കിട്ടുന്നതിനുള്ള പ്രൈമേഴ്സ് ഉണ്ട്. അപ്പോൾ അതിന് ഗ്ലോ നോർമലി അത് പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനത്തെ പ്രൈമേഴ്സൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. സോ അതൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല, എനിക്കറിയാൻ പാടില്ല. ഇങ്ങനത്തെയൊക്കെ ഉണ്ടെന്ന് ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു പാക്കിൻ്റെ പ്രൈമർ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് എന്തെങ്കിലും ഞാൻ ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ്, നിങ്ങൾക്ക് യൂസ്ഫുള്ളായി ഹെൽപ്ഫുള്ളായി എന്നൊക്കെ തോന്നുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂട്ടത്തിൽ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്തേക്ക്, ബെല്ലൈക്കൺ കൂടെ അമർത്തിയേക്ക്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.